നമസ്കാരം. നമസ്കാരം. ഇതുവരെയും സൈക്കോ ആവാൻ സാധിച്ചിട്ടില്ല അല്ലേ? എന്താ ആ സൈക്കോ റോളുകളോട് ഇത്ര ഒരു ഫിക്സേഷൻ? പ്രോബബ്ലി എനിക്ക് തോന്നുന്നു കുഞ്ഞിലേ ഞാൻ കുറെ ഉർമിളയുടെ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അപ്പം ആ ആ ആ ആ ഒരു ഒരു നമുക്ക് എന്തും കാണിക്കാനായിട്ടുള്ള ഒരു എക്സെൻട്രിക് ഒരു സ്പേസ് ഉണ്ടല്ലോ. ആ എന്ന് ആ വെച്ചാൽ കുറച്ച് എനിക്കിപ്പോ ഈ മറ്റേ ജോക്കർ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഒരു ടെംപ്ലേറ്റ് കാണും. പക്ഷെ ആ ടെംപ്ലേറ്റിൽ നിന്ന് മാറിപ്പോയിട്ട് എന്ത് കാണിച്ചാലും അതൊരു ക്യാരക്ടറിന്റെ ഒരു ഇതായിട്ട് തോന്നുമല്ലോ. അപ്പം ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ ഇഷ്ടം. ഈ ഹെത്ത് ലെഡ്ജറുടെ ജോക്കറിനെയാണോ വാക്കിൻ ഫീനിക്സിന്റെ ജോക്കറിനെയാണോ കൂടുതൽ ഇഷ്ടം? അത് എനിക്ക് രണ്ടും ഒന്നും അത് ഹീത്ത് ലെഡ്ജറിന്റെ എന്താണ് അത് ഒരു ഒരു ഗോട്ടാണ്. ആണ്. പക്ഷേ വാക്കിൻ ഫീനിക്സ് ആണെങ്കിൽ നമുക്ക് അത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് കൊടുത്ത സാധനം പുള്ളി വൃത്തിക്ക് ചെയ്തു. ആ പടം നല്ല വൃത്തിക്ക് വരികയും ചെയ്തു. സോ അങ്ങനെ രണ്ടുപേരുടെ എനിക്ക് രണ്ട് രീതിയിലാണ് രണ്ട് ജോക്കേഴ്സും. സോ കാക്കി സർക്കസിൽ പറഞ്ഞ പോലെ മൊത്തം ഒരു തമിഴ് സെറ്റിങ്ങിലാണ് ഉള്ളത്. ഇതൊരു മലയാളം വെബ് സീരീസ് ആണെന്ന് നമ്മൾ പറഞ്ഞാലാണ് ആളുകൾക്ക് മനസ്സിലാവുക. അല്ല, മലയാളം വെബ് സീരീസ് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. ആക്ച്വലി തമിഴാണ്. പ്രെഡോമിനന്റ്ലി തമിഴ് ഡയലോഗ്സ് ആണ്. എൻ്റെ പോർഷന് ഫുൾ മലയാളമാണ്. രാജേഷേട്ടൻ്റെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടർ കോമ്പിനേഷൻ വരുന്ന കുറേ സ്ഥലത്ത് മലയാളമാണ്. ബാക്കി കുറേ സ്ഥലത്ത് തമിഴാണ്. സോ മലയാളം എന്നും പറയാൻ പറ്റില്ല, തമിഴെന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രെഡോമിനന്റ്ലി എന്താണ് തമിഴാണ് പോകുന്നത്. കുറച്ച് മലയാളം ഇങ്ങനെ കയറി വരും. നമ്മൾ ലഞ്ച് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇർഫാൻ ഖാൻ അതിനകത്ത് അവരുടെ വൈഫ് മരിച്ചതിന് ശേഷം സ്ഥിരമായിട്ടൊരു സീരിയൽ പ്ലേ ചെയ്തിട്ട് പുറത്ത് പോയി സിഗരറ്റ് വലിച്ചിട്ട് ആ സീരിയൽ പ്ലേ ചെയ്യുന്ന ടി വിയിലേക്ക് ഇങ്ങനെ നോക്കുന്നൊരു ഷോട്ടുണ്ട്. സോ ആളുടെ കണ്ണുകളിൽ കാണാം ഭാര്യയെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, ഭാര്യയ്ക്ക് എന്തുമാത്രം സ്നേഹം കൊടുത്തിട്ടില്ല. ഇപ്പോൾ സെയിം വിത്ത് ഈ ഫഹദ് ഫാസിൽ 93 ദൃക്സാക്ഷിയിൽ ആളുടെ എത്രമാത്രം അയാൾ ക്യൂട്ടാണെന്ന ഫസ്റ്റ് കണ്ണുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഷോട്ട്സിലാണ് കാണുന്നത്. ഇനിയും ഗൗതമിയുടെ കണ്ണുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. അത് ആൾക്കാർ പറയുന്നു, ഞാനത് വളരെ എന്താണ് ഹംബിളി നന്ദി പറയുന്നു. പക്ഷെ ലൈക്ക് ഐ സെഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു, അത് ഇങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആവുന്നു, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. പക്ഷെ കുറച്ചുകൂടി മോട്ട് ചെയ്യാം, സോ ദാറ്റ് വലിയ കണ്ണുകൾ ആ രീതിയിലൊരു സ്കോപ്പാണ്, അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്കറിയാം ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എൻ്റെ കണ്ണാണ്. കാരണം അത് കാരണം എനിക്ക് കുറെ പണി എളുപ്പമാവാറുണ്ട്. അത്രയും ലൈക്ക് ബാക്കി മുഖത്ത് ഭാവങ്ങളും സംഭവങ്ങളും അധികം ഓവർ എക്സാജറേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് കണ്ണ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പണി നടന്നു പോകുന്നുണ്ട്. സോ ആ രീതിയിൽ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പണി തിരിച്ചും കിട്ടിയിട്ടില്ലേ? ഇപ്പൊ സെക്കൻഡ് ഷോ എന്നുള്ള സിനിമയുടെ അകത്ത് ഒരു ഷോട്ട് ശരിയാകുന്നില്ല, അപ്പോൾ രോഹിണി മാം ചൂടാവുന്നു, പെട്ടെന്ന് ആകെ സീൻ മൊത്തം ആളുകൾ പേടിക്കുന്നു, ഗൗതമി കുറച്ച് കരയുന്നു. അങ്ങനെ പിടിച്ചിട്ടുള്ള ഷോട്ടിൽ ശരിക്കുള്ള കണ്ണീരാണെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ സെക്കൻഡ് ഷോന്റെ സമയത്ത് ചാൻസ് ഉണ്ട്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ആ പടത്തിൽ ഞങ്ങൾ എല്ലാവരും ന്യൂ കമേഴ്സ് ആണല്ലോ. ഞങ്ങള് മിക്ക ഐ തിങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുറച്ച് ആർട്ടിസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാവരുടെയും ടെക്നിക്കൽ ആയിട്ട് ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും എല്ലാവരുടെയും ആദ്യത്തെ പടമായിരുന്നു. സോ അതിൻ്റെതായ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ട് ചിലപ്പം എന്താണ് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടാ സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി അത് ഡയമണ്ട് നെക്ലസിലും അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ആ മറ്റേ ഡയമണ്ട് നെക്ലസിൽ ആ പാട്ടിന്റെ ഇടയില് ആ പാട്ടിന്റെ ഇടയിൽ ഞാനും ഫഹദും കൂടെ മറ്റേ ആ ഒരു ബെല്ലി ഡാൻസിങ് ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് ക്യാരക്ടർ വിട്ട് ഞാനായി മാറി ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അറിയാതെ ഞാൻ ഓർത്തു അയ്യോ ക്യാരക്ടർ മാറിയല്ലോ എന്ന് ഞാൻ തന്നെ അറിയാതെ കട്ട് വിളിച്ചപ്പോഴത്തേക്കും ഫുൾ സീനായി. അവിടെ പിന്നെ വഴക്ക് പറഞ്ഞു, സ്വയം കട്ട് വിളിച്ചു, ഞാൻ തന്നെ കട്ട് പറഞ്ഞു. സോ അതാണ് വഴക്ക് കിട്ടിയത്. ഈ ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ സൈഡിലൂടെ വർക്ക് ചെയ്തത് കൊണ്ട് ഇതിനെ കുറച്ചുകൂടിയൊക്കെ ടെക്നിക്കലി സമീപിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ഇത്രയല്ലേ വരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ ഈ ലെൻസാണ് അവിടെ ഉള്ളത്, സോ ദാറ്റ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ടെലിയാണ് ഇട്ടിരിക്കുന്നത്, സോ അല്ലെങ്കിൽ ഇതൊരു ഹൈ സ്പീഡ് ഷോട്ടാണ്, അപ്പോൾ ഞാൻ ഇതിനെങ്ങനെയാണ് ഇമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്ലോ മോഷൻ ഷോട്ടാണെങ്കിൽ ഹൈ സ്പീഡ് ക്യാമറയാണ്, ആ സമയത്ത് ലിറിക്സ് അതിലും സ്പീഡിലായിരിക്കും. സോ ദാറ്റ് അങ്ങനെ ഇതൊരു കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലോ. അല്ലെങ്കിൽ ഈ ആക്സിസ് ഇങ്ങനെയാണ്, ഫോക്കസ് ഇങ്ങനെ വരണം. സോ ഈ ഡയറക്ഷൻ സൈഡിലേക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായത് എപ്പോഴെങ്കിലും ആക്ടിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് യെസ് ഡെഫിനറ്റ്ലി. കാരണം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലെൻസ് ഇത്രയാണ്, ലൈറ്റ് എവിടെ നിന്ന് വരുന്നു, ലൈക്ക് ഇന്ന കുറച്ച് ടെക്നിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മൾ കുറച്ചും കൂടെ ക്രാഫ്റ്റ് ബെറ്റർ ആക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് ഷോ എന്നുള്ള സിനിമ ആലോചിക്കുമ്പോഴേ ഒരുപാട് ഷോട്ടുകളിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരു ഷോട്ട്, ഈ ബെൻസ് കാർ തൊട്ട് ഇങ്ങനെ മഴയത്ത് പോകുന്നൊരു ഷോട്ടുണ്ട്.
എന്തായിരുന്നു അപ്പൊ കിട്ടിയ ബ്രീഫ്? ഇതെങ്ങനെ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്റെ അമ്മേ, ഇതിപ്പോ 2011 കാര്യമൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ ഓർത്തെടുക്കുക? അതിന് ഭയങ്കര വല്ലാത്തൊരു ഐഡന്റിറ്റി ഉണ്ട് ആ ഷോട്ടിന്. ഇല്ല, എന്നോട് എന്താ പറഞ്ഞത്? ഇത്ര പറഞ്ഞുള്ളൂ, ഇങ്ങനെ മഴ പെയ്യുവാണ്, ഇങ്ങനെ കുട പിടിച്ചിട്ട് ഇങ്ങനെ ബേസിക്കലി ആ ക്യാരക്ടറിന്റെ എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ആ സമയത്ത് അത് മൊത്തം പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഡിലമയുണ്ട്, ഇതാണ് സംഭവം. എന്നിട്ട് തിരിഞ്ഞ് വിഷമിച്ച് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുക. പിന്നെ അത് മാത്രമല്ല, ഞങ്ങള് സെക്കൻഡ് ഷോ ഞാൻ സെറ്റിലല്ല ആദ്യമായിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ കുറെ ആക്ടിങ് വർക്ക്ഷോപ്പും ക്യാമ്പും ഉണ്ടായിരുന്നല്ലോ. സോ ആ രീതിയിൽ പോയതുകൊണ്ടും ഐ തിങ്ക് കുറെയൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്ത് സെറ്റ് ആയതുകൊണ്ട് ഷോർട്ടിലേക്ക് അങ്ങനെ നമുക്ക് അധികം ഇത് പോകേണ്ടി വന്നില്ല. ഓക്കെ, ഇന്ന് ഇത് ഇങ്ങനെ കാർ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പോവാ, എന്നിട്ട് തിരിഞ്ഞിട്ട് വിഷമത്തോടെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ 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 കാണുന്ന തോന്നുന്നു. ബ്രീഫ് എനിക്ക് കിട്ടും. എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല, കുറെ നാളായല്ലോ. ആളുകൾ ചോദ്യം എടുത്ത് പറയുന്നത് ആദ്യത്തെ 2 സിനിമകളാണല്ലോ. ഇപ്പൊ ഈ ആദ്യ സിനിമയിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു തേപ്പുകാരി പട്ടമാണല്ലോ അത് കിട്ടുന്നത്. ഓക്കെ ആയിരുന്നോ അങ്ങനെ ആളുകൾ അതിനെ റിസീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നോ? സിനിമയല്ലേ, ഐ മീൻ ലൈക്ക് അത് നമുക്കൊരു ക്യാരക്ടർ വരുന്നു, എനിക്ക് വേറൊരാളുടെ ജീവിതം ജീവിക്കാൻ ഒരു അവസരം കിട്ടും. ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടത്. അത് എല്ലാ സിനിമയിലും എല്ലാ കഥാപാത്രങ്ങൾ ലൈഫിൽ അങ്ങനെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഗൗതം എപ്പോഴും ഇങ്ങനത്തെ തിയറി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു ജീവിതത്തിൽ എനിക്ക് 100 ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സിനിമ. പക്ഷെ ശരിക്കും ഈ 100 ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവുന്നുണ്ടല്ലോ. അതായത് ബാക്ക് ടു ബാക്ക് സിനിമ കിട്ടാത്ത സന്ദർഭം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ക്രാഫ്റ്റിനെ എങ്ങനെയാ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുക? ഈ സിനിമ വരും, എൻ്റെ കാലിബറിന് പറ്റുന്ന എനിക്ക് ചെയ്യാൻ സ്കോപ്പുള്ള സിനിമ വരും, അതൊരു അതിനൊരു മാനിഫെസ്റ്റേഷൻ, അതിനൊരു വിൽ പവർ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാക്കും? ഇത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം എനിക്കിപ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ നമ്മളെ ഓർക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഞാൻ മാക്സിമം അതെ നെറ്റ്വർക്കിംഗ്, ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സ്, ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഇത് ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ വീണ്ടും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ വരും. അല്ലാതെ ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ അത്രയ്ക്കൊന്നും ഞാൻ മുന്നോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ പാഷൻ ആവുമ്പോ ഇത് ഭയങ്കര റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല? വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്നെ നല്ലോണം ബോദർ ചെയ്തേനെ. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം മൊത്തം ഞാൻ പഠിത്തത്തിലേക്കാണ് കൊടുക്കുന്നത്. സോ സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് അവിടെയും ഞാൻ എൻ്റെ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുകയാണ്, ആൾക്കാരെ പഠിക്കുന്ന രീതി മനസ്സിലാക്കുകയാണ്. സോ ഇവിടെ പഠിക്കുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ ഇപ്പുറത്ത് വിടും. സോ എല്ലാം ഒരു ബാലൻസിന്റെ രീതിയിലാണ് ഞാൻ പോകുന്നത്. ഈ സൈക്കോളജി പഠിച്ചത് ജീവിതത്തെ എളുപ്പമാക്കിയിട്ടുണ്ട്. പിന്നെ അയ്യോ, ഐ തിങ്ക് ദാറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ഓഫ് മൈ ലൈഫ്. സൈക്കോളജി പഠിച്ചത് എങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിൾ? അല്ല, കുറേ കാരണം സൈക്കോളജി പഠിച്ച് തന്നെ എനിക്ക് എന്നെ കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ലൈക്ക് യുവർ പെർസെപ്ഷൻ ഓൺ ഹൗ ടു സീ ലൈഫ് കുറേ മാറും. ലൈക്ക് ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ വരുമ്പോഴത്തേക്കും എങ്ങനെ മുന്നോട്ട് പോകണം, ലൈക്ക് സന്തോഷിക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ലൈക്ക് നല്ലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും മൊത്തത്തിലൊരു ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് ദാറ്റ് എല്ലാ സ്കൂൾസിലും മസ്റ്റായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് കുഞ്ഞിലത്തെ 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് തൊട്ട് 12 വരെ കമ്പൾസറി ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. കാരണം പല രീതിയിലും ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒരു കുറച്ച് ബേസിക് സൈക്കോളജി ആ പഠിക്കേണ്ട രീതിയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അറിയുവാണെങ്കിൽ തന്നെ വളരെ വ്യത്യാസം ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി.